കൊപ്ര കൂടാതെ എള്ള്, കടുക്, കരിഞ്ജീരകം, ബദാം, കടല തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്ക് ഓയിലെടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ മെഷീനിൽ കട്ട് ചെയ്ത കൊപ്ര നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നു. ഇട്ടെടുക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, വെളിച്ചെണ്ണ ഇവിടെ വരുന്നുണ്ട്, അതിൻ്റെ പിണ്ണാക്ക് ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൊപ്ര ഇട്ടാൽ മതി. രണ്ടാമതൊന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ അതിൻ്റെ പിണ്ണാക്ക് വരുന്നത് ഇത്രയും നൈസായിട്ടാണ് വരും. പേപ്പർ വെയ്റ്റിലാണ് അതിൻ്റെ പിണ്ണാക്ക് വരുന്നത്. വളരെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 1 കിലോ 2 കിലോ സാധനം ഉള്ളെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഈ കാണുന്ന രീതിയിലായിട്ട് വരും. ഇതിപ്പോൾ ഫിൽറ്റർ ചെയ്യാത്ത വെളിച്ചെണ്ണയാണ്. ഫ്രണ്ട്സ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും നിങ്ങൾക്ക് ഒരു പുതിയൊരു മെഷീൻ പരിചയപ്പെടുത്തുകയാണ്. വളരെ കുറഞ്ഞ റേറ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കാം. പിന്നെ ഈ മെഷീൻ ഒരു കോംബോയാണ്. ഇതിൻ്റെ കൂടെ ഡ്രയറുണ്ട്, ഒരു കട്ടിംഗ് മെഷീനുണ്ട്. എല്ലാം കൂടെ നമുക്ക് സർക്കാർ സബ്സിഡിയിലും വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മിനി ഓയിൽ യൂണിറ്റ് ആണ്, മെഷീനുകളാണ് ഇപ്പോൾ നമ്മളിവിടെ മാനുഫാക്ചറാണ് നമ്മൾ. അപ്പോൾ മിനി ഓയിൽ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ഓയിൽ മെഷീന്, കൊപ്ര കട്ടർ, ഡ്രയർ. എവിടെ നിങ്ങളുടെ സ്ഥാപനം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരിയാണ് നമ്മുടെ ഫാക്ടറി ഹെഡ് ഓഫീസ് വരുന്നത്. ചാലക്കുടി നമുക്ക് ഷോറൂം ഉണ്ട്. അവിടെ നമ്മളെ എല്ലാ മെഷീനുകളും ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ മെഷീനുകളൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഒരു ഓയിൽ യൂണിറ്റ് തുടങ്ങാനും നമുക്ക് 3 മെഷീൻസാണ് ആവശ്യമുള്ളത്. ഒന്നൊരു ഡ്രയർ വേണം തേങ്ങ ഉണക്കാനായിട്ട്. അതായത് നമുക്കൊരു ചെറുകിട യൂണിറ്റ് ഒക്കെ തുടങ്ങണമെങ്കിൽ, ചെറിയ ഒരു യൂണിറ്റ് തുടങ്ങാൻ നമുക്ക് 3 സാധനങ്ങൾ വേണം. ഒന്ന് തേങ്ങ ഉണക്കാനുള്ള ഒരു ഡ്രയർ വേണം. ഡ്രയർ പല കപ്പാസിറ്റിയിലുണ്ട്. ഏറ്റവും ചെറുത് വരുന്നത് ഒരു 30 തേങ്ങ ഉണക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും വലുത് വരുന്നത് 2000 തേങ്ങ ഉണക്കാൻ പറ്റുന്നതാണ്. നമ്മളൊരു യൂണിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു 250 തേങ്ങ ഉണക്കാൻ പറ്റുന്ന ഒരു മെഷീനെങ്കിലും മിനിമം വേണം. അപ്പോൾ ഒരു 250 തേങ്ങ ഉണക്കുന്ന ഒരു ഡ്രയർ, പിന്നെ ഒരു കൊപ്ര കട്ടർ, പിന്നെ ഈ ഓയിൽ മെഷീൻ. ഓക്കെ ചേട്ടാ, കൊപ്ര കട്ടർ എന്താണ്, എങ്ങനെയാണ് അത് കൊപ്ര കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരും? കൊപ്ര കട്ട് ചെയ്യുന്നത് നമ്മൾ നേരെ ഉണങ്ങിയ കൊപ്ര എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. നേരെ ഇവിടെ കട്ട് ചെയ്തത് ഇവിടെ വരും. ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത്, ഈ ഒരു സൈസിൽ കൊപ്ര കട്ട് ചെയ്തിട്ട് കിട്ടും. ഈ കട്ട് ചെയ്ത കൊപ്രയാണ് നമ്മൾ പിന്നെ മെഷീനിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൽ നമുക്ക് ഒരു മണിക്കൂറിൽ ഒരു 150 കിലോ മുതൽ 200 കിലോ വരെ കൊപ്ര കട്ട് ചെയ്യാൻ പറ്റും. 2 HP മോട്ടറാണ് വരുന്നത്. ഡ്രയർ ഞാൻ നേരത്തെ പറഞ്ഞു 30 മുതൽ 2000 തേങ്ങ വരെ ഉണക്കാൻ പറ്റുന്ന പല വലിപ്പത്തിലുള്ള ഡ്രയറുകളുണ്ട്. പിന്നെ നമ്മൾ ഓയിൽ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് കൊപ്ര കൂടാതെ എള്ള്, കടുക്, കരിഞ്ജീരകം, ബദാം, കടല തുടങ്ങിയ എല്ലാ ഓയിൽ സീഡ്സുകളും നമുക്ക് ആട്ടിയിട്ട് എണ്ണ എടുക്കാൻ പറ്റും. മൾട്ടി സീഡ് മെഷീനാണ്. ഒരു മണിക്കൂറിൽ 23 മുതൽ 30 കിലോ വരെ കപ്പാസിറ്റി ഉണ്ടാവും. 30 കിലോ വരെ? അതെ. പിന്നെ ഒറ്റ പ്രാവശ്യം നമ്മൾ കൊപ്ര ഇട്ടാൽ മതി. നമ്മൾ സാധാരണ എക്സ്പെല്ലറിലാണെങ്കിൽ 3 പ്രാവശ്യം നമുക്ക് കൊപ്ര ഇടേണ്ട ആവശ്യമുണ്ട്. ഇതിൽ ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി. ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഓയിൽ വരും. അതിൻ്റെ പിണ്ണാക്ക് ഇത്രയും നൈസായിട്ടാണ് വരുന്നത്. അതായത് ഒരു പേപ്പർ വെയിറ്റ് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് പിടിച്ചാൽ പൊടിഞ്ഞു പോകും, അത്രയ്ക്കും നൈസായിരിക്കും അതിൻ്റെ പിണ്ണാക്ക് വരുന്നത്. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വരുന്നത്. അതെ, അതായത് മാക്സിമം പ്രസ് ചെയ്ത് എണ്ണ എടുത്തിട്ടാണ് വരുന്നത്. പിന്നെ അതിലില്ല എടുക്കാൻ, അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു യൂണിറ്റ് തുടങ്ങാൻ നമുക്കുള്ളൊരു സ്ഥല സൗകര്യം എന്ന് പറയുന്നത് ഒരു 10x10 സൈസുള്ള ഒരു റൂം, 3 മീറ്റർ 3x3 100 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂം ഉണ്ടായാൽ നമുക്ക് ഈ ഒരു ഓയിൽ യൂണിറ്റ് സുഖസുന്ദരമായിട്ട് തുടങ്ങാൻ പറ്റും. അത്രയും സ്പേസ് ആവശ്യമുള്ളൂ. പിന്നെ ഇത് നമുക്ക് PMEGP സ്കീമിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 35% ഗവൺമെൻറ് സബ്സിഡിയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട കൊട്ടേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ തരും. അപ്പോൾ അത് വാങ്ങിയിട്ട് കസ്റ്റമർ നേരെ പഞ്ചായത്തിൽ പോയാൽ അവിടെ DRP ഓഫീസർ ഉണ്ടാവും. ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ബാക്കി പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. ഓക്കെ ചേട്ടാ, ഇത് നമ്മൾ ഇതിൽ ആട്ടിയെടുത്ത എണ്ണയാണോ? അതെ, ഇതിൽ ആട്ടിയെടുത്ത എണ്ണയാണ്. ഇത് വരുന്നത് കടലെണ്ണയാണ്, ഇത് വെളിച്ചെണ്ണയാണ്, ഇത് എള്ളെണ്ണ.
എള്ളെണ്ണ. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ എല്ലാ ഓയിലുകളും നമുക്ക് ഈ ഒരൊറ്റ മെഷീനിൽ ചെയ്തെടുക്കാൻ പറ്റും. മൾട്ടി സീഡ് മെഷീനാണ്. അതേ സമയത്ത് നമ്മൾ എക്സ്പെല്ലറിലാണെങ്കിൽ നമുക്ക് ഇതിൽ കൊപ്പര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഞാൻ ഈ പറഞ്ഞ എള്ളി, കടുക്, കരിഞ്ചീരം, ബദാം, കടല ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരൊറ്റ മെഷീനിൽ ഓയിലെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ഇട്ടാൽ മതി, ഒറ്റ പ്രാവശ്യം. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസും 3 ഫേസും രണ്ടും അവൈലബിൾ ആണ്. ഓക്കെ ചേട്ടാ, ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരും? ഏത് റേഞ്ച്? പ്രൈസ് വരുന്നത് ഓയിൽ മെഷീൻ്റെ മാത്രം പ്രൈസ് വരുന്നത് 1,62,000 രൂപയാണ്. 1,62,000 അല്ലേ? പിന്നെ നമ്മളെ കട്ടർ വരുന്നത് 39,000 രൂപയാണ്. അതിന് കൂടുതൽ നമ്മളൊരു 250 ഡ്രയറും കൂടെ എടുക്കുമ്പോൾ 2,68,000 രൂപയാണ് ഒരു ഓയിൽ യൂണിറ്റിനുള്ള 3 സാധനങ്ങളുടെ പ്രൈസ് വരുന്നത്. ടാക്സ് ഉൾപ്പെടെയുള്ള പ്രൈസാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കുറഞ്ഞ റേറ്റിൽ നമുക്കൊരു ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്യാം. അതെ, 2,68,000 നമുക്കൊരു ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ കൂടുതൽ നമുക്ക് പൊടിക്കുന്ന സാധനങ്ങൾ കൂടി വേണമെങ്കിൽ അതും കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പൾവറൈസർ ഉണ്ട്. അതിൽ നമുക്ക് അരി, മല്ലി, മുളക്, പിന്നെ അതേപോലെ നനഞ്ഞ അരി, പുട്ടുപൊടി അങ്ങനത്തെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനറി കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മറ്റേ ഡ്രയറാണ് അതിൻ്റെ മുകളിലുള്ള? അത് ഡ്രയർ, അത് ഈ കാണുന്ന ഡ്രയർ തന്നെ. ഇതിൻ്റെ തുറന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ ഉൾവശം? അതെ, ഇത് വേണമെങ്കിൽ തുറന്ന് കാണിച്ചു നോക്കിക്കോളും. ഇതാണ് ഡ്രയർ വരുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ് SSL ചെയ്തതാണ്. ഇത് നമ്മൾ കസ്റ്റമൈസേഷൻ നോർമൽ വരുന്നത് GIൻ്റെ ഷീറ്റാണ് ഉണ്ടാവുക. ഇത് നമ്മൾ കസ്റ്റം ചെയ്താണ്, SSL ചെയ്തതാണ്. അപ്പോൾ ഈ ട്രേ നമുക്ക് SSL ചെയ്യാം, പിന്നെ GIയിൽ ചെയ്യാം. SSL ചെയ്യുമ്പോൾ തന്നെ പിന്നെ 4mm ഹോളിൽ ചെയ്യാം. ചെറിയ നെറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതിലൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട്. നമുക്ക് ഏത് രീതിയിലാണോ ട്രേ വേണ്ടത് ആ രീതിയിലൊക്കെ ട്രേ ചെയ്യാൻ പറ്റും. പിന്നെ വെയിലത്തിട്ട് നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ ഉണക്കുന്നോ ആ എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലിട്ട് ഉണക്കാൻ പറ്റും. ഇത് മൾട്ടി പർപ്പസ് ഡ്രയർ ആണ് ശരിക്കും. ഇത് ഇലക്ട്രിക് ആണ്. അതെ, പിന്നെ ഓട്ടോമാറ്റിക് ആണ്. ടെമ്പറേച്ചർ, ടൈം എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. പിന്നെ ചൂട് കുറഞ്ഞു വരുമ്പോഴേ രണ്ടാമത് ഓൺ ആവുള്ളൂ. അങ്ങനെ. അതായത് എനർജി നമുക്ക് സേവ് ചെയ്യാനും പറ്റും. എനർജി സേവ് ആണ്. ഓട്ടോ കട്ട് ഓഫ് ആണ്. അതേപോലെ നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈം എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവും. അപ്പോൾ നമ്മൾ നോക്കിയിരുന്ന് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മളൊരു ടൈം സെറ്റ് ചെയ്തു, ഇപ്പോൾ ഒരു 15 മണിക്കൂർ സപ്പോസ് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു 10 മണിക്കൂർ ഓടി കഴിഞ്ഞതിന് ശേഷം കറണ്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കറണ്ട് വരുന്നതെങ്കിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര സമയമാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ സമയം ഓടിക്കോളും. നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഓൺ ആക്കിയിടും, ഒരു കുഴപ്പമില്ല. എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. അതെ, നമുക്കൊരു ചെറിയ യൂണിറ്റ് തുടങ്ങാൻ സുഖസുന്ദരമായിട്ട് ഒരു ചെറിയ സ്പേസിൽ, ഒരു 100 സ്ക്വയർ ഫീറ്റ് സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഓക്കെ ചേട്ടാ, ഇത് നമുക്ക് അതൊന്ന് ഡെമോ കാണിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ഡെമോ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആദ്യം മെഷീൻ ഓൺ ചെയ്തു. ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ഹീറ്റർ ഓൺ ചെയ്യണം. ഹീറ്റർ ഓൺ ചെയ്താൽ നമ്മളിവിടെ ഓൾറെഡി 100 ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ മുകളിലത്തെ ടെമ്പറേച്ചർ 100 എത്തുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ആ 100 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മോട്ടർ ഓൺ ചെയ്യാം. മോട്ടർ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കട്ടറിൽ കട്ട് ചെയ്ത കൊപ്പര നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിൽ നമ്മൾ മെഷീനിൽ കട്ട് ചെയ്ത കൊപ്പര നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, വെളിച്ചെണ്ണ ഇവിടെ വരുന്നുണ്ട്, അതിൻ്റെ പിണ്ണാക്ക് ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൊപ്പര ഇട്ടാൽ മതി. രണ്ടാമതൊന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ അതിൻ്റെ പിണ്ണാക്ക് വരുന്നത് ഇത്രയും നൈസായിട്ടാണ് വരിക. പേപ്പർ വെയ്റ്റിലാണ് അതിൻ്റെ പിണ്ണാക്ക് വരുന്നത്. നമ്മൾ കയ്യിൽ പിടിച്ചാൽ പൊടിഞ്ഞു, അത്രയും നൈസാണ്. മാക്സിമം ഓയിൽ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതൊന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 1 കിലോ 2 കിലോ സാധനം ഉള്ളെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ആ സമയത്ത് എക്സ്പെല്ലർ ആണെങ്കിൽ മിനിമം ഒരു 10 കിലോ എങ്കിലും ഉണ്ടായാലേ നമുക്ക്
അതിൽ ചെയ്യാൻ പറ്റുള്ളൂ, വലിയ മെഷീൻ ആയതുകൊണ്ട്. അതെ അതെ അതെ. പിന്നെ എക്സ്പെല്ലറിൽ നമുക്ക് കൊപ്പര മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. അതേ സമയത്ത് ഈ മെഷീനിൽ നമുക്ക് കൊപ്പര കൂടാതെ എള്ള്, കടുക്, കരിഞ്ജീരകം, ബദാം, കടല തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്ക് ഓയിലെടുക്കാൻ പറ്റും. അതായത് ഒരു മൾട്ടി സീഡ് മെഷീനാണ്. ഓക്കെ. അപ്പോൾ ചേട്ടാ നമ്മൾ ഇതിൽ ഈ വരുന്ന എണ്ണ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഫിൽറ്റർ ചെയ്യണോ അതോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ? ഫിൽറ്റർ ചെയ്യൽ നമ്മളൊരു ചെറിയ യൂണിറ്റ് ചെയ്യുമ്പോൾ ഫിൽറ്ററിങ് ഒരിക്കലും ഒരു നിർബന്ധമുള്ള സംഗതിയല്ല. ഇപ്പോൾ ഈ ആട്ടിയ വെളിച്ചെണ്ണ നമ്മളൊരു 2 ദിവസമോ അല്ല 3 ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് ഈ കാണുന്ന രീതിയിലായിട്ട് വരും. ഇതിപ്പോൾ ഫിൽറ്റർ ചെയ്യാത്ത വെളിച്ചെണ്ണയാണ്. അതായത് നമ്മൾ നോർമലി തെളിഞ്ഞു വന്ന വെളിച്ചെണ്ണ. അതെ, തെളിഞ്ഞു വന്ന വെളിച്ചെണ്ണയാണ്. പിന്നെ അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന കൊപ്പരൻ്റെ സ്വഭാവം അനുസരിച്ച് കളറിൽ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും. അതൊരു സ്വാഭാവികം മാത്രം. ഓക്കെ. അപ്പോൾ ചേട്ടാ നിങ്ങൾ എൻക്വയറീസ് ഒക്കെ എങ്ങനെയാണ് വാങ്ങണമെങ്കിലോ? എൻക്വയറീസ് നമ്മളെ പിന്നെ ഷോറൂം ചാലക്കുടി ഉണ്ട്. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഐവിഷൻ ഹോസ്പിറ്റലുണ്ട്. അവിടെ നമ്മൾ ഷോറൂം ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാ മെഷീനറി അവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്യാം. പിന്നെ നമ്മളെ ഷോറൂം പിന്നെ ഫാക്ടറി ഹെഡ് ഓഫീസ് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ മെഷീന് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും അവിടുന്ന് കൊട്ടേഷന് കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ PMEGP സ്കീമിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അതായത് സബ്സിഡി സ്കീമിൽ ചെയ്യാൻ പറ്റും. PMEGP സ്കീമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 35% ഗവൺമെൻറ് സബ്സിഡി കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ നമ്പർ ഒന്ന് പറയൂ കേട്ടോ, ഫോൺ നമ്പർ 9496-801-821. നന്ദി, നമസ്കാരം. ഫ്രണ്ട്സ്, ഇത്തരം വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.